നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. മറ്റുള്ളവരുടെ സങ്കടങ്ങളൊന്നും കാണാനും അതിൽ പങ്കാളികളാവാനൊന്നും നമുക്ക് നേരമില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മുക്കം ഫയർ സ്റ്റേഷനിലെ സാറുമാർ ചെയ്തൊരു പ്രവൃത്തിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുകയും ഇതൊരു മാതൃകയാക്കുകയും എല്ലാവർക്കും ഷെയർ ചെയ്യാം. കാരണം ഇങ്ങനെ പ്രവൃത്തി ഉണ്ടായത് തന്നെ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മുക്കം ഫയർ സ്റ്റേഷനിലെ സാറുമാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അവർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും. മുക്കം ഫയർ സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ നമ്മുടെ ജീവനക്കാർ ഫ്രീ ഉള്ള സമയത്ത്, ഒഴിവുള്ള സമയത്ത് പച്ചക്കറി കൃഷി ചെയ്യായിരുന്നു. നമ്മുടെ മുക്കം കൃഷി ഓഫീസർ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വിത്തും മറ്റ് വളവും അടക്കമുള്ള കൃഷി ഉപകരണങ്ങളും അടക്കം നമുക്ക് സപ്ലൈ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവനക്കാർ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം കൃഷി ചെയ്തു. ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം നമ്മുടെ പ്രദേശത്തെ മുക്കം ഫയർ സ്റ്റേഷൻ പരിധിയിലുള്ള വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശുദ്ധമായ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം അത് നമ്മൾക്കിടയിൽ തന്നെ ലേലം ചെയ്ത് കിട്ടുന്ന വരുമാനം ഇവിടുത്തെ പ്രാദേശികമായിട്ട് വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അവർക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിനിയോഗിച്ചിട്ടുള്ളത്. സമൂഹത്തിന് ഒരു സന്ദേശമാണ് നൽകുന്നത്. വിഷരഹിതമായ പച്ചക്കറി കഴിക്കുന്നതോടൊപ്പം തന്നെ അത് സമൂഹത്തിന് അത്തരം മേഖലകളിലൂടെ പൊതുസമൂഹത്തിന് ഏത് രീതിയിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഫയർ സർവീസ് ചിന്തിച്ചത്. കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും പച്ചക്കറി കൃഷി നടത്തണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതോടെ തന്നെ നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ ബാക്കിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരും നമ്മളോട് അവിടെ കൃഷി നടത്താൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയുണ്ടായി. നമ്മുടെ കൃഷി വകുപ്പിന്റെയും ഫയർ സ്റ്റേഷൻ ജീവനക്കാരുടെയും സഹകരണത്തോടെയാണ് പൂർണ്ണമായും അതിനെ നടത്തിപ്പെല്ലാം ചെയ്തത് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരുടെ ഒഴിവുവേളകളിലാണ് അവരതിനെ നോക്കിയതും പരിപാലിച്ചതും. പിന്നെ ഗ്രോ ബാഗ്, വിത്തുകൾ, ഇതൊക്കെ തന്നെ നമ്മൾ ഒരുവിധം സൗജന്യമായി തന്നെ കൊടുക്കുവാൻ സാധിച്ചു. ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്കാണെന്ന് ഞങ്ങൾ ആദ്യം അറിഞ്ഞിട്ടല്ല ചെയ്തത്. പക്ഷെ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചതിന്റെ വിളയുടെ പൈസ ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞത് അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും കൃഷിഭവനിൽ നിന്നുള്ള സഹകരണങ്ങളും എല്ലാവിധ സേവനങ്ങളും പ്രതീക്ഷിക്കാം. മുന്നോട്ട് പോകാവുന്നതാണ്.